കുംഭമേളയിലെ വൈറൽ താരം മോണോലിസിയെ ഓർക്കുന്നുണ്ടോ? കേരളത്തിൽ വെച്ച് CPM ഒത്താശയോടെ വിവാഹം ചെയ്തതോടെ താരം പിന്നെയും വൈറലായി. എന്തൊക്കെയായിരുന്നു? റിയൽ കേരള സ്റ്റോറി, രക്തഹാരം, ബൊക്കെ, മണ്ഡപം. അങ്ങനെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം പൊട്ടിപ്പാളീസായിരിക്കുകയാണ്. സംഭവം മറ്റേതാ, ലവ് ജിഹാദ്. താരത്തിന്റെ ഭർത്താവിനെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. പെട്ടത് പെൺകുട്ടിയും ഭർത്താവും ഒന്നുമല്ല, വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച CPM നേതാക്കൾ. റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് അന്ന് വിവാഹത്തിന് നേതൃത്വം നൽകിയ CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി ശിവൻകുട്ടിയും MP റഹീമും ഇപ്പോൾ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. CPM നേതാക്കളായിരുന്നു കുംഭമേള വൈറൽ താരത്തിന്റെ കല്യാണ വാർത്തയറിഞ്ഞ് ആദ്യം അന്ന് ഓടിയെത്തിയത്. സർക്കാരിന്റെയും CPMന്റെയും പേരിൽ ആശംസകൾ നേർന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, A റഹീം MP തുടങ്ങിയവർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന നേതാക്കൾ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. പോക്സോ കേസായതോടെ അന്ന് രക്തഹാരവും ബൊക്കെ സമ്മാനിച്ച നേതാക്കൾ മിണ്ടുന്നില്ല. രണ്ടുപേർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ രേഖകൾ നോക്കേണ്ടതില്ലല്ലോ എന്ന വാദവും ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്തെ സിനിമാ ലൊക്കേഷനിൽ നിന്ന് വൈറൽ താരത്തെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പിതാവ് ശ്രമിച്ചതോടെയാണ് തമ്പാനൂർ പോലീസിന്റെ പരിഗണനയിലേക്ക് വിഷയം എത്തിയത്. അന്ന് പോലീസിന് പിതാവ് നൽകിയ ജനന സർട്ടിഫിക്കറ്റും ആധാറും പ്രകാരം ജനനം 2008 ജനുവരി 1-നാണ്. രേഖകൾ പ്രകാരം പ്രായപൂർത്തിയായതിനാലും ആരും തർക്കം ഉന്നയിക്കാതിരുന്നതിനാലും കൂടുതൽ പരിശോധന നടത്തിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നോട്ടീസ് കിട്ടിയില്ലെന്ന് DGP അറിയിച്ചു. പോക്സോ കേസായതോടെ കാർമ്മികത്വം വഹിച്ച നേതാക്കളും മധ്യപ്രദേശ് പോലീസിന് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്നാണ് അറിയുന്നത്. വിവാഹ സമയത്ത് യുവതിയുടെ ഭർത്താവ് പോലീസിന് മുന്നിൽ ഹാജരാക്കിയ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ സർട്ടിഫിക്കറ്റ് പ്രകാരം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്ന് കണ്ടെത്തിയത്. കമ്മീഷന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ജനന സർട്ടിഫിക്കറ്റിൽ 2009 ഡിസംബർ 30 പെൺകുട്ടിയുടെ ജനന തീയതി. ഇതോടെ പെൺകുട്ടിയും ഭർത്താവും നൈസായി സർക്കാരിനെ പറ്റിച്ചുവെന്ന് തന്നെ പറയണം. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസെടുത്തത്. പെൺകുട്ടിയും സുഹൃത്തും കേരളത്തിലെത്തി വിവാഹം ചെയ്ത സംഭവത്തിൽ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല കേരളം ലവ് ജിഹാദിന്റെ കേന്ദ്രമായി മാറുന്നു എന്നൊരു വിമർശനം മുൻപ് ഉയർത്തിയിരുന്നു. മോണോലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും ശശികല അന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചതാണ്. മോണോലിസയുടെ മാതാവിന്റെ അവകാശവാദം എന്ന പേരിൽ ശശികല ആധാർ കാർഡിന്റെ ചിത്രം ഉൾപ്പെടെ പങ്കുവച്ചാണ് അന്ന് അക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. നിയമപരമായി സാധുതയില്ലാത്ത വിവാഹമാണ് CPM നേതാക്കൾ നടത്തി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത് എന്നാണ് ശശികല പറഞ്ഞത്. ഹിന്ദു മാരേജ് ആക്ട് 1955 പ്രകാരം രണ്ടുപേരും ഹിന്ദുവായാൽ മാത്രമേ വിവാഹം നിലനിൽക്കൂ. അതല്ല എങ്കിൽ മുസ്ലിം പയ്യൻ ഹിന്ദുവായി മതം മാറണം. അല്ലാത്ത പക്ഷം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരിക്കും വിവാഹം. ഇനി അതല്ല എങ്കിൽ മുസ്ലിം പയ്യൻ ഹിന്ദു ആവണം. അത് നടന്നിട്ടുണ്ടോ എന്നും ശശികല ചോദിച്ചിരുന്നു. സിന്ദൂരം ചാർത്തി നിലവിളക്ക് ഏറ്റുവാങ്ങുന്ന മോണോലിസിയുടെ ചിത്രം പങ്കുവച്ചായിരുന്നു ശശികല അന്ന് പ്രതികരിച്ചത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത CPMന്റെ വിനാശകരമായ മുഖമാണ് ഈ പോക്സോ കേസിലൂടെ ഒരിക്കൽ കൂടി പുറത്തു വന്നത്. റിയൽ കേരള സ്റ്റോറി എന്ന് ആഘോഷിച്ച് നിയമങ്ങൾ കാറ്റിൽ പറത്തി ഒരു പെൺകുട്ടിയെ ലവ് ജിഹാദിന്റെ ഇരയാക്കാൻ ഒത്താശ ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി മന്ത്രിമാരും ഇപ്പോൾ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വ്യാജരേഖകൾ ഉപയോഗിച്ച് വിവാഹം കഴിപ്പിച്ചപ്പോൾ അതിന് കാർമ്മികത്വം വഹിക്കാൻ ഓടിയെത്തിയ MV ഗോവിന്ദനും V ശിവൻകുട്ടിയും A റഹീമും ഇപ്പോൾ മൗനം പാലിക്കുന്നത് തങ്ങൾ ചെയ്ത രാജ്യദ്രോഹപരമായ കുറ്റകൃത്യം മറച്ചുപിടിക്കാനല്ലേ? ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിൽ പുറത്തുവന്ന സത്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. BJPയും ഹിന്ദു ഐക്യവേദിയും അന്ന് ചൂണ്ടിക്കാട്ടിയ സത്യങ്ങൾ ഇന്ന് അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. സയനിസ്റ്റ് വിരുദ്ധതയും മതേതരത്വവും പ്രസംഗിക്കുന്നവർ പാവപ്പെട്ട ഒരു ഹിന്ദു പെൺകുട്ടിയെ ഇരയാക്കി മതപരിവർത്തനത്തിന് കുടപിടിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലജ്ജയില്ലാത്ത രാഷ്ട്രീയ നാടകമാണ്. വിവാഹ സമയത്ത് രേഖകൾ നോക്കേണ്ടതില്ല എന്ന വാദം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഹിന്ദു മാരേജ് ആക്ടിനെയും സ്പെഷ്യൽ മാരേജ് ആക്ടിനെയും പരസ്യമായി ലംഘിച്ചുകൊണ്ട് നടന്ന ഈ അവിശുദ്ധ വിവാഹം ലവ് ജിഹാദിന്റെ കേരള മോഡലാണെന്ന് വ്യക്തമാണ്. മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസെടുത്തതോടെ ഈ നേതാക്കളും നിയമത്തിനു മുന്നിൽ മറുപടി പറയേണ്ടി വരും.
പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളെ പോലും വിട്ടുകൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ ക്രൂരതയ്ക്കെതിരെ പ്രബുദ്ധരായ ജനങ്ങൾ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഭാരതത്തിന്റെ നിയമങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും പുച്ഛിക്കുന്ന ഇത്തരം ഗൂഢാലോചനക്കാരെ ജനം മധ്യത്തിൽ തുറന്നു കാട്ടാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്.